എന്നാടാ ഇത് മാത്രമേ ആലോചിച്ചോണ്ടിരിക്കുന്നു. അളിയാ, ഞാൻ നമ്മുടെ കുട്ടിക്കാലം ആലോചിക്കുമായിരുന്നു. ഓർത്ത് നോക്കി എന്ത് രസമായിരുന്നു അല്ലേ. പണ്ടൊക്കെ നമ്മൾ എന്തോരം എൻജോയ് ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല അറിയാവോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മൾ ഒരു സ്നേഹമില്ല. ഇമാർക്ക് മൊബൈൽ കിട്ടാനും TV കാണാനും ചോക്ലേറ്റ് കിട്ടാൻ മാത്രം നമ്മളെ ആവശ്യമുള്ളൂ. പണ്ടൊക്കെ ആണല്ലോ, ഞാൻ ഓർക്കുക പപ്പ രാത്രി വരെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കും കേട്ടോ. അന്ന് മറ്റേ ഈ കടലാസ് കൂടിൻ്റെ അകത്തെ പൊതിഞ്ഞ മറ്റേ തേൻമുട്ടായി ഉണ്ടോ, തേൻമുട്ടായി. എന്ത് ടേസ്റ്റ് ആണോ. ഇപ്പോഴത്തെ ഒന്നും കൊള്ളത്തില്ല, അപ്പോൾ അന്നത്തെ നല്ല രസമായിരുന്നു. ഇപ്പൊ ഈന്തപ്പഴം അതുപോലെ ഈ കടലമുട്ടായി ഉണ്ടല്ലോ, ഞങ്ങൾ അന്ന് ലണ്ടൻ കേക്ക് എന്ന് പറയും, എല്ലായിടത്തും പറയുന്നത് അറിയത്തില്ല. ഈ തേൻമുട്ടായി എന്ന് പറയുന്നത് കടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊന്നോ, അതൊക്കെ തിന്നിട്ടുണ്ടല്ലോ, എന്ത് രസമായിരുന്നറിയോ. അതൊക്കെ ഒരു കാലകളിയാ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇതിനേക്കാളൊക്കെ ഫേവറേറ്റ് സംഭവമുണ്ട്. മൂവാണ്ടമാവില്ലേ, നമ്മുടെ വീടിന്റെ തൊട്ട് മുകളിൽ മൂവാണ്ടമാവുണ്ട്. അതേല് വലിഞ്ഞു കയറി ഞങ്ങളെല്ലാം കൂടെ പോയി വലിഞ്ഞ്, കൂട്ടുകാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാം കൂടെ കൂടി വലിഞ്ഞു കയറിയിട്ട് അതിന് മുകളിൽ പോയിരുന്ന് ഈ മാവേന്ന് അടർത്തും. ഇങ്ങനെ ചൊന ഇങ്ങനെ ചീറ്റും. ഇത് അടർത്തിയിട്ട് ഇത് ആ മാവേലിട്ട് ഉരച്ചിട്ട് ഇതിന്റെ എല്ലാം ഞെടുപ്പെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അതേലിട്ട് കത്തിയൊന്നും എടുക്കും, ഇടിച്ച് ഒട്ടിച്ച് പീസ് പീസാ. അപ്പൊ ഞങ്ങൾ ഈ പോകുമ്പോ തന്നെ ഞങ്ങൾ എലിയില് ഈ മറ്റേ ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടി ഇതൊക്കെ ഒരു കടലാസിനകത്ത് പൊതിഞ്ഞോണ്ട് പോകത്തു. അത് എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഈ മാവേലി ഇരുന്നുകൊണ്ട് തന്നെ താഴെ ഇറങ്ങത്തില്ല, അവിടെ ഇരുന്ന് തന്നെ ഈ സാധനം ഈ ഇതും കൂടെ കൂടിയിട്ട് മുക്കിയിട്ട് ഒരു കഴിപ്പുണ്ട്. അതിന്റെ ഒക്കെ സുഖമെന്ന് പറഞ്ഞ ഇന്നത്തെ ഇവന്മാരൊക്കെ എന്നാ കടയിൽ പോയി കറവരിട്ട ഉന്തം കേക്ക്. പണ്ടേ നമ്മളവിടെ വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ചോട്ടിപ്പെട്ട വളംപുളി നല്ല ഉരുളം കാലെടുത്തിട്ട് എറിയും, ഇത്രയും നീട്ടുള്ള പുളിയും വീഴും. അത് മെല്ലെ ഈ തൊണ്ടിങ്ങനെ മെല്ലെ 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 പൊടിച്ചിട്ടുണ്ടല്ലോ, നല്ല നല്ല ഐസ്ക്രീം പോലെ നല്ല പഴുത്ത പുളിയാണെന്നുണ്ടെങ്കിൽ ആ കറുത്ത കുരു ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞിട്ട് ഓരോരോ തുപ്പൂരുണ്ട്. അതിന്റെ ഒരു സുഖം അതുപോലെ കശുമാത്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കപ്പലുണ്ടായിരുന്നു പഴുത്തത് കശുമാങ്ങ. അതിങ്ങനെ നമ്മൾ എന്തോരം തിന്നിട്ടുണ്ട്, അതിന്റെ വെള്ളത്തോട് കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ ഉണ്ട് ഈ ഇത് വീഴുവല്ലേ പച്ച കശുവണ്ടിയില്ല, അതായത് നിൽക്കുന്ന സാധനം. ഇത് ഞങ്ങള് മുറിക്കും, മുറിച്ചിട്ട് അതിനകത്തുനിന്ന് അതിന്റെ അടുത്ത് ചുമ്മാ തിന്നും. അത് വറുത്ത് അങ്ങനെ ചുട്ടു തിന്നും, ഉണങ്ങിയതാ. ഇത് പച്ച കട്ട് ചെയ്തിട്ട് ആ പച്ച അകത്ത് വെള്ള ഇതുണ്ട്. എന്താ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പിള്ളേർക്ക്. അതുപോലെ പണ്ട് നമ്മള് ക്രിക്കറ്റ്, കോലുകളി, തലപ്പന്ത്, കബഡി, എട്ടാംവട്ടം, എന്തോരം കളികൾ. ഇപ്പോഴത്തെ പിള്ളേർ ഏറുപന്ത്, ഏറ് കൊണ്ട് ചത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേര് മൊബൈലിനകത്ത് ഇന്നത്തെ ക്രിക്കറ്റ് മൊത്തം മൊബൈലില്, റോബ്ലോക്സ്, മറ്റേ ഈ പബ്ജി, ഇമാര് ലോകം കാണുന്നുണ്ടോ അല്ലേ. പുറലോകത്ത് ചുമ്മാ റൂമിനകത്ത് ലേസും മന്തിയും കഴിക്കുന്ന കേസ് മണവൈസ് മറ്റേ ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുക. എന്ത് ജനറേഷൻ. കുഴിമന്തി, ഷവർമ, അൽഫാം, വേറെ തന്നെ ഇപ്പൊ പുതിയ ഒരു ഏതാണ്ട് കുറെ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ചെറുക്കന്റെ അപ്പൂന്റെ ഒക്കെ കാര്യം ഒരു രക്ഷയില്ല. എന്നെ സോസി അതുപോലെ പെപ്സി, പെപ്സി, കൊക്കോള, അതൊക്കെ പെട്ടാലേ സമയത്രേ. സമയടാ 7 മണി. 7 മണിയോ? എനിക്കാണ് ഒടുക്കത്തെ വിശപ്പും. അളിയും വന്നിട്ട് കഴിച്ചായിരുന്നു. ഞാനൊന്നും കഴിച്ചില്ലെന്നേ. എന്താ പരിപാടി? നമ്മ ഒരു കാര്യം ചെയ്യാം, ആ കങ്ങരപ്പടി അപ്പുറേ പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്, നല്ല അൽഫാം മന്തി കഴിച്ചാലോ? മന്തിക്കട? നമുക്കൊരു ഞെട്ടിക്ക ബിരിയാണി ആക്കിയാലോ? അത് നമ്മളെ ഈടെ കഴിച്ചില്ല, ഒട്ടും ഞെട്ടിയില്ലല്ലോ. അല്ല പിന്നെ എന്തുവാ കഴിക്കുക? നമുക്ക് നേരത്തെ പറഞ്ഞ മണമൈസും കൂട്ടി ഒരു അൽഫാം മന്തിനൊക്കെ പിടിക്കാന്നേ. അങ്ങനെയാണ് എനിക്ക് ഷവായി മന്തി മതി, അതിന് കൂടി ഒരു പെപ്സി മസാല. അങ്ങനെ എനിക്കൊരു പെപ്സി എന്നാ വാ.